ഈ ഇസ്സത്ത് എന്ന് പറയുന്നൊരു വാക്കുണ്ട്. ഇസ്സത്ത് അതായത് ഈ എന്താണ് പറയുന്നത്, അഭിമാനം, ആത്മാഭിമാനം, അന്തസ്സ് എന്നൊക്കെ പറയുന്നൊരു പ്രയോഗമുണ്ട്. അത് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളതും പ്രയോഗിച്ചിട്ടുള്ളതുമായ ഒരു മതവിശ്വാസമാണ് ഇസ്ലാം മതവിശ്വാസം. പല സന്ദർഭങ്ങളിലും ഇതിനെ വളരെ ശ്രദ്ധാപൂർവം ഊന്നി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആർക്കെങ്കിലും സദക്ക കൊടുക്കുമ്പോൾ, സക്കാത്ത് വിതരണം ചെയ്യുമ്പോൾ, സഹായങ്ങൾ ചെയ്യുമ്പോഴൊക്കെ അവരുടെ ഇസ്സത്തിനെ സൂക്ഷിക്കണമെന്നും നമ്മൾ ഇടപെടുന്ന ഓരോ സംഗതികളിലും അത് കരുതണമെന്നും മനുഷ്യരോടുള്ള ഇടപാടുകളിൽ അത് സൂക്ഷിക്കണമെന്നും അതുപോലെ തന്നെ സാധാരണക്കാരൻ മുതൽ പണ്ഡിത വരേണ്യന്മാരുൾപ്പെടെയുള്ളവർ ഈ അന്തസ്സ്, അഭിമാനം എന്നൊക്കെ പറയുന്നതിന് വലിയ വിലമതിക്കണമെന്നും നിങ്ങൾ റൂഹിനെക്കുറിച്ച് ചോദിച്ചാൽ അത് എന്നിൽ നിന്നുള്ളതാണ് എന്ന് കൃത്യമായി പറയൂ പ്രവാചകനെ എന്ന് വിശുദ്ധ ഖുർആൻ്റെ പ്രയോഗം. അതായത് നമ്മുടെ ഉള്ളിലുള്ള റൂഹ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ, നമ്മൾ ഏറ്റവും വലിയ ശക്തിയായി, പരമാധികാരിയായി, രാജാതിരാജനായി കാണുന്ന അള്ളാഹുവിൻ്റെ റൂഹാണ്. നമ്മിൽ മാത്രമല്ല, നമ്മുടെ മുന്നിലിരിക്കുന്ന ഓരോ മനുഷ്യരിലും മനുഷ്യർ എന്നുള്ളതാണ് പ്രയോഗം, ഒരു ജാതിയൊന്നുമല്ല, ഓരോ മനുഷ്യരിലും ഉണ്ട് എന്ന് മനസ്സിലാക്കലാണ് അതിൻ്റെ ഒരു വർത്ത്. നമ്മൾ സോഷ്യൽ വർക്ക് പ്രിൻസിപ്പിൾ പറഞ്ഞാൽ അക്സെപ്റ്റൻസ് ഓഫ് ഇന്നേറ്റ് വർത്ത് ആൻഡ് ഡിഗ്നിറ്റി ഓഫ് ഇൻഡിവിജ്വൽ എന്ന് പറയും. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് എവിടെ മുതലുണ്ടെന്ന് ചോദിച്ചാൽ ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ മയ്യത്ത് പരിപാലനം ചെയ്ത് വളരെ പരിശുദ്ധമാക്കി നല്ല വസ്ത്രങ്ങൾ ധരിച്ച് വളരെ വിനയാന്വിതമായ പ്രാർത്ഥനയോടെ മണ്ണിൽ വെക്കുന്നത് വരെ അതൊരു മനുഷ്യന് മേലുള്ള ബാധ്യതയായി, അവൻ്റെ അവകാശമായി കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഇസ്ലാം മതം. റൈറ്റ് ടു ലീവ് ഇൻ ഡിഗ്നിറ്റി എന്ന് പറയുന്നത്, അങ്ങനെ ജീവിക്കാനുള്ള അവകാശം. അത് പിന്നീട് ഭരണഘടനകളുടെ അവകാശമൊക്കെയായി മാറി. ഇത് സൃഷ്ടാവിൻ്റെ അവകാശമായി തന്നെ കൽപ്പിച്ച് നൽകിയിട്ടുള്ളതാണ്. വിശുദ്ധ ഖുർആനിലെ ഒരു സന്ദർഭത്തിൽ നമ്മളെപ്പോഴും പറഞ്ഞും കേൾക്കാറുള്ളതാണ്. പ്രവാചകൻ ഒരു സന്ധ്യ സംഭാഷണത്തിലോ ചർച്ചയിലോ ഇരിക്കുമ്പോൾ സദസ്സിലേക്ക് വന്ന ഒരാളിനെ കണ്ട് പ്രവാചകനിലുണ്ടായ ഒരു ഭാവവ്യത്യാസത്തെ താക്കീത് ചെയ്ത് തിരുത്തുന്ന വിശുദ്ധ ഖുർആൻ്റെ വചനങ്ങളൊക്കെ ഉണ്ട്. ഞാനത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത്രമേൽ ആത്മാഭിമാനത്തെക്കുറിച്ചും അന്തസ്സിനെക്കുറിച്ചും പറഞ്ഞ ഒരു സമുദായത്തിലാണെന്ന് ഈ അന്തസ്സില്ലായ്മയും ആത്മാഭിമാനമില്ലായ്മയും ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത് എന്നതാണൊരു സത്യം. കൂടുതൽ എന്ന് പറയുമ്പോൾ ആ കൂടുതൽ എണ്ണം വെച്ച് ബാക്കി സമുദായത്തിൻ്റെ പെർസെൻറ്റേജും നമ്മുടെ പെർസെൻറ്റേജും വെച്ചൊന്നുമല്ല നോക്കേണ്ടത്. ഇത്രമേൽ കൃത്യമായി പറഞ്ഞ ഒരു സംഗതിക്കുള്ളിൽ അതെവിടെ മുതലാണെന്ന് ചോദിച്ചാൽ, ഈ വീടുകൾ തോറും നടന്ന് പിരിക്കുന്നതിൽ, അത് വ്യക്തികൾ മുതൽ വലിയ പണ്ഡിതന്മാരടക്കമുള്ള ആളുകൾ അവരുടെ ഇസ്സത്ത് കളഞ്ഞ്, അവരുടെ അന്തസ്സ് കളഞ്ഞ്, അവരുടെ ആത്മാഭിമാനം കളഞ്ഞ് പിരിക്കാൻ ഇറങ്ങുന്നവരും, അങ്ങനെ പിരിക്കാനായി കത്ത് കൊടുത്തു വിടുന്ന മഹല്ലുകളും, അങ്ങനെ പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്കൊരു ഏർപ്പാട് അതത് സ്ഥലങ്ങളിൽ കൊടുക്കാൻ കഴിയാത്ത മഹല്ല് ഭാരവാഹികളും അടക്കമുള്ള ഒരു ചാക്രിക സംവിധാനം ഉണ്ടാക്കുന്ന ഈ ഇസ്സത്തില്ലായ്മ അത് അവിടെ മുതൽ തുടങ്ങിയാൽ, ഇന്ന് രാവിലെ എൻ്റെ വീട്ടിലൊരു സ്ത്രീ വന്നു. മകളെ വിവാഹം കഴിച്ചയക്കാനാണ്. കൊല്ലത്തെ ഒരു പേര് പറഞ്ഞു, പർദ്ദയാണ് ധരിച്ചിരിക്കുന്നത്. മകളെ വിവാഹം കഴിച്ചയക്കാൻ എത്ര വീട്ടിൽ കയറിയാൽ സാധ്യമാവും? അപ്പോൾ അവർക്ക് ഞാനൊരു തുക കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളെൻ്റെ വീട്ടിൽ വന്നതുകൊണ്ട് നൽകിയതാണ്. മോളെ കെട്ടിക്കാനാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇങ്ങനെ കെട്ടിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ഒരക്ഷരം മിണ്ടാതെ അവരത് വാങ്ങിച്ചുകൊണ്ട് പോയി. അതിനൊരു ലജ്ജയില്ല. ഇതുപോലെ തന്നെ പർദ്ദ ധരിച്ചുകൊണ്ട് ഓട്ടോയിൽ വന്ന് ഇതുപോലെ ഒരു ലജ്ജയുമില്ലാതെ അടുത്ത മോളെ കെട്ടിക്കുന്നതിന് 1 പവൻ്റെ സ്വർണം അങ്ങ് നെയ്യെത്തി, 6 മാസം കഴിയുമ്പോൾ ഞാൻ വരാം, 6 മാസം കഴിഞ്ഞാൽ എൻ്റെ മോടെ കല്യാണം എന്ന് പറഞ്ഞ് മറുപടി പറഞ്ഞതിന് മുമ്പ് അവർ ഓട്ടോയിൽ അങ്ങ് പോകും. എന്നിട്ട് കൃത്യം 6-ാം മാസം വരികയാണ്. അങ്ങനെ കാത്തിരുന്ന് ഞാനൊരു സ്ത്രീയെ പിടിച്ച് അവരുടെ ലൊക്കേഷനും ഒക്കെ തപ്പിയെടുത്ത് ഓട്ടോക്കാരനോട് ചോദിച്ചപ്പം അവിടെ ഒന്നും ഒരു ബന്ധവുമില്ല. ഇത് തുടരുകയാണ്. ഇതിങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ. ഇത് സ്ഥിരമായി സഹായിക്കുന്ന എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചു. അവനും പറഞ്ഞു ഇതുപോലെ ലജ്ജ തോന്നാറുണ്ട് എന്ന് മാത്രമല്ല നമുക്കതിൽ വേദന തോന്നാറുണ്ട് ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ. പിന്നെ ചിലർക്കോ ഇത് കൊടുക്കുന്നത് അവരുദ്ദേശിച്ച തുകയല്ലെങ്കിൽ എടുത്തൊരൊറ്റ ഏറാണത്. മറ്റിതര സഹോദര സമുദായത്തിൽപ്പെട്ടവർക്ക് ആ പ്രശ്നമില്ല. അവർക്ക് എന്തെങ്കിലും കൊടുത്താൽ അവർ കൊടുക്കുമെങ്കിൽ വാങ്ങും. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അങ്ങനെ വാങ്ങാൻ വരുന്നവരെ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഇത് കൊടുത്താൽ വാങ്ങുന്നത് സന്തോഷത്തോടെ സ്വീകരിച്ച് പോകും. ഇതങ്ങനെയല്ല. നമ്മുടെ വീട്ടിലുള്ള കാറ്, നമ്മുടെ വണ്ടി, നമ്മുടെ ചുറ്റുപാട്, നമ്മൾ ഇറങ്ങി വരുന്ന ശരീരഭാഷയ്ക്കൊക്കെ അനുസരിച്ചുള്ള സംഗതി വേണം. ഇവിടം മുതൽ അങ്ങോട്ട് തുടങ്ങിയാൽ പള്ളിക്കകത്ത് എഴുന്നേറ്റ് നിന്ന് ചോദിക്കുക, എല്ലാവരും കേൾക്കുക, എഴുന്നേറ്റ് നിന്ന് ഞാനിങ്ങനെ ദറസിൽ പഠിച്ചൊരു മുത്തല്ലിമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞ് തുടങ്ങി ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് പിന്നെ കച്ചവടക്കാരുടെ ബ്രോക്കർമാരായി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്ന ഈ മുക്താദിർ തട്ടിപ്പ് വരെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ സമുദായത്തിന് എന്ത് ഇസ്സത്താണുള്ളത്? ഏതാനും നാളുകൾക്ക് മുമ്പാണ് നിഷാദ് എന്ന് പറഞ്ഞ് തൃശ്ശൂരിൽ ഒരുത്തൻ ക്രിപ്റ്റോ കറൻസി തുടങ്ങി.
അതിലും പോയതിൽ ഒരു 90% മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ആളുകളുടെ കാശാണ്. ഇപ്പം മുസ്ലിങ്ങളായ ആളുകൾക്കാകെ വേണ്ട ഒരു സംഗതി, അത് സ്വർണ്ണക്കച്ചവടമായാലും ബാറ് നടത്തലായാലും ക്രിപ്റ്റോ കറൻസി ആയാലും, ഒരു മുസ്ലിമാണോ തുടങ്ങിയത് അവനതിന് പറ്റുന്ന ഒരു ഹലാലാണെന്നുള്ള ഒരു പ്രതീതി അവനുണ്ടാക്കിയാൽ മതി. കൊണ്ടുപോകുന്നവർക്കറിയാം ഇത് ഹലാലൊന്നും അല്ലെന്ന്, എന്നാലും എനിക്കിതിഞ്ഞ് കിട്ടട്ടെ, അത് മറ്റോനും അള്ളാഹുവിടെ തീർത്തോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നവർ. ഈ കച്ചവടത്തിന് തൊപ്പിയും താടിയും വെച്ചുകൊണ്ട് മുത്തല്ലിമീങ്ങളായിട്ടുള്ള കുട്ടികൾ പോയി ഇന്ന് കച്ചവടം നടത്തുന്നവർ. നാളെ ഒരു അബൂബക്കർ കുഞ്ഞ് ബാറ് തുടങ്ങിയാലും അവിടെയും പോയി മടിയില്ലാതെ നിൽക്കാൻ ഈ സമുദായം എത്തിയിരിക്കുന്ന അധപ്പതിച്ച നിലയിലേക്ക് എത്തപ്പെട്ടൊരു സ്ഥിതിയിലാണ്. ഇത് ഏതെങ്കിലും ഒരു സംഘടനയുടെ പ്രശ്നമൊന്നുമല്ല. ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ ഇത് ഇന്ന സംഘടനയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സംഘടനാവാദികളുണ്ട്. അവർ വന്നിട്ട് പറയും അവരെല്ലാം മറ്റേതാണ്, ഇവരെല്ലാം തബ്ലീഗാണ്, മറ്റൊരു ജമാഅത്ത് ഇസ്ലാമിയാണ്, സുന്നി. ഇത് കട്ട് അക്രോസ് ഉള്ള സംഗതിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇസ്സത്തും അങ്ങനെ ഒരു സംഗതിയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയിലാണ്. കച്ചവടത്തിന് പ്രോത്സാഹിപ്പിക്കുക, അതിന് പോയി നമ്മുടെ ബ്രാൻഡ് വിൽക്കാൻ നിന്ന് കൊടുക്കുക, പിന്നെ എന്ന് തുടങ്ങി അങ്ങനെയുള്ള ഒരുപാട് ഏർപ്പാടുകളിൽ ഈ അടുത്ത സമയത്ത് എൻ്റെ അടുത്തത് വിശദമായി മറ്റൊരു വീഡിയോയിൽ പറയാം. ഒരു പള്ളിയുടെ 500, 550, 600 മീറ്ററിനപ്പുറത്ത് വേറൊരു ചെറിയ തൈക്കാവ് ഉണ്ടായിരുന്നത് വളർത്തി അങ്ങ് ജുമാ മസ്ജിദാക്കി അവിടെ അങ്ങ് നിസ്കാരം തുടങ്ങി. എന്തിനാ? അവിടെ ഒരു പ്രസിഡൻറ്റ് സെക്രട്ടറിയൊക്കെ ഉണ്ടാവാൻ വേണ്ടി. അവിടെയും ഇമാമ നിസ്കരിക്കാൻ ഒരേ മദ്ഹബിൽ, ഷാഫി മദ്ഹബിൽ, ഒരേ സ്ഥലത്ത് അതിന് അങ്ങനെ അങ്ങ് നിന്ന് കൊടുക്കുക. അവിടെയും വന്ന് നിൽക്കുകയാണ് ഉസ്താദന്മാർ ഇമാമാവാൻ. ഓരോരുത്തരും വന്ന് കുറച്ച് നാൾ നിന്ന് അവിടെ നിന്ന് വെച്ചാൽ അവർ പിന്നെ അങ്ങ് സ്ഥലം വിടും. അവർക്കത് അറിഞ്ഞുകൂടെ? അപ്പം ഞാൻ പറഞ്ഞത്, അതിലൊന്നും യാതൊരു സംഗതിയില്ല. വഖഫിൻ്റെ സ്വത്തുക്കൾ വിൽക്കാൻ കൂട്ടു നിൽക്കുന്നവർ, പള്ളി മുതൽ അടിച്ചു മാറ്റാൻ നിൽക്കുന്നവർ, കൊള്ള ചെയ്യാൻ നിൽക്കുന്നവർ, ഇങ്ങനെ അടക്കമുള്ള ഈ സമുദായത്തിലെ ഇതില്ലായ്മ വളരെ മാരകമായി തുടരുന്നത് ഒരു കഷ്ടമാണ്. അത് സത്യസന്ധമായി ഈ സമുദായം തിരിച്ചറിയേണ്ടതുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഈ ജുമാ കുത്തുബകളിൽ ഇത് കേൾക്കുന്ന ഏതെങ്കിലുമൊക്കെ ഉസ്താദന്മാരുണ്ടെങ്കിൽ 1 or 2 ആഴ്ച ഈ അന്തസ് എന്താണ്, ആത്മാഭിമാനം എന്താണ് എന്ന് പറയുന്ന ഒരു ക്ലാസ് എടുത്തു കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഇത് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് കച്ചവടങ്ങളിലുണ്ട്. വസ്തു കച്ചവടം, ആക്രി കച്ചവടം, പിന്നെ അതുപോലെയുള്ള പല കച്ചവടങ്ങളിലും ഇതൊന്നും ഒരു വിഷയമേ അല്ല. ഈ ആത്മാഭിമാനവും അന്തസ്സും ഒന്നുമില്ല. ഈ അള്ളാഹുവും അസ്സലാമു അലൈക്കും അള്ളാഹു അക്ബറും ഏത് കള്ളം പറയുമ്പോഴും ബാങ്ക് വിളിച്ചാൽ പല്ലി ചലച്ച പോലെ ബാങ്ക് വിളിച്ചു കേട്ടില്ലേ ഞാൻ പറഞ്ഞത്? ഹക്കാണ് 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 എന്ന് പറയുന്നത് പോലെ അലല്ല 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 അള്ളാഹു അക്ബർ, ഇതെല്ലാം യാതൊരു കാര്യവുമില്ലാതെ ഈ അന്തസ്സില്ലായ്മ കാണിച്ച് ഇത് കള്ളം ചെയ്യാൻ, വിൽക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാലത്തുകൂടിയാണ് കടന്നു പോകുന്നതെന്ന് ഓർമ്മ ഈ സമുദായത്തിനുണ്ടാവണം.